أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ശരി, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ, ലിബറലിസം, വ്യക്തിവാദങ്ങൾ, അതുപോലെ മതനിരാസം, ദൈവനിരാസം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരുപാട് സംഘങ്ങളെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ യുവതലമുറയിൽ മാറി ചിന്തിക്കുന്ന ഒരു പ്രവണത കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൊറിയൻ വെബ് സീരീസുകളാണ് നമ്മുടെ നാട്ടിൽ ഫേമസ്. നമ്മുടെ ഈ ജനറേഷൻ എന്നത് അറിയില്ല. വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയില്ല. രണ്ടാമത്തെ വെബ് സീരീസിന്റെ ആശയം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. അവിടെ നിങ്ങളുടെ വീട്ടിൽ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ ചോദിച്ചാൽ അറിയാം അതിനുള്ള നടനാരാണ്, നടി ആരാണ്, അതിന്റെ തീം എന്താണ്. അപ്പോ ഈ ഹോമോസെക്ഷലായ ഹോമോനോർമറ്റീവ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കാൻ ഈ വെബ് സീരീസിലൂടെ ചെയ്തു. അത് കൊറിയ കുറെ കൂടി പ്രൊമോട്ട് ചെയ്തു. അപ്പൊ അതിൽ അഭിനയിക്കുന്ന കൊറിയയിലെ ഫേമസ് ആയ നടനുണ്ട്. ആ നടന്റെ ബർത്ത്ഡേ കഴിഞ്ഞ മാസം ആഘോഷിച്ചത് 2 സ്ഥലത്താണ്. ഒന്ന് ദക്ഷിണ കൊറിയയിലും രണ്ടാമത്തെ കേരളത്തിലുമാണ്. വേറെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാം. ഇപ്പൊ ചില പതാകകളൊക്കെ അവർ പിൻവലിച്ചു, പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ. പക്ഷെ ഇതിന്റെ ഇൻഹെറിന്റ് ആയ വാല്യൂ അധ്യാപകർക്കറിയാം. പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ഈ വാല്യൂ അവർ പഠിപ്പിക്കും. NSS കുട്ടികൾക്കുള്ള ട്രെയിനിങ് ക്യാമ്പുകൾ, അധ്യാപക ടീച്ചേഴ്സ് ട്രെയിനിങ് ക്യാമ്പുകൾ, ഇതിന്റെ മൊഡ്യൂളെന്ന് കേരളത്തിൽ നിന്ന് കൂടുതൽ ഊന്നി സംസാരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം, ഓണം വന്നാൽ കേരളക്കാർ കുടിക്കുന്ന മദ്യത്തിന്റെ കണക്ക് ശരാശരി 80 കോടി മുതൽ 90 കോടി വരെയാണ് ഒരു ദിവസം. ഓണക്കാർ പുറത്തു വിടും. ആ പുറത്തു വിടുന്ന അപ്പൊ നമ്മളൊക്കെ ഞെട്ടിത്തരിക്കുമോ? 90 കോടിക്ക് ഒരു ദിവസം കേരളക്കാർ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതമാണ്. അത്ര കോടി രൂപ ലഹരി വിമുക്തിക്കും വേണ്ടി ആരും വിനിയോഗിക്കുന്നുണ്ട്. സർക്കാർ വിനിയോഗിക്കുന്നുണ്ട്. സർക്കാരിന് ഡി അഡിക്ഷൻ ക്യാമ്പുകളുണ്ട്, വിമുക്തി. ഇത് പഠിപ്പിച്ച അധ്യാപകന് അത് ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള റൈറ്റ് ഇല്ല, സർക്കാരിനില്ല. അതുകൊണ്ട് നമ്മൾ എത്ര കോടിക്കണക്കിന് രൂപ ഇതിന് നിർത്താൻ വേണ്ടി, വിമുക്തിക്ക് വേണ്ടി ചെലവഴിക്കുന്ന പൈസകളും മതസംഘടനകൾ സ്വന്തം പോക്കറ്റിനെടുത്ത ലഹരി വീഴുന്ന ക്യാമ്പയിനുകളൊന്നും ഒരു ലക്ഷ്യത്തിലെത്താത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ആശയങ്ങൾ സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. ഈ ആശയങ്ങളെ ചികിത്സിക്കാതെ, ഇതിന്റെ അടിവേരറുക്കാതെ നിങ്ങൾ 1000 പ്രാവശ്യം ലഹരിക്കെതിരെ ശബ്ദിച്ചാലും അത് ഫലവത്താവില്ല. 1-2 ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. അത് മാത്രമേ മനുഷ്യനുള്ളൂ. പിന്നെ ആ ശരീരത്തിന് എന്താണ് ഡിസൈനുകളുണ്ട്, കാമനകളുണ്ട്, ചോദനകൾ, താല്പര്യങ്ങൾ, ചാപല്യങ്ങൾ, ഇതൊക്കെ ഉണ്ട്. ഈ ചാപല്യങ്ങളും ആഗ്രഹങ്ങളും കാമനകളും നിർവഹിക്കാൻ വേണ്ടിയാണ് ലോകം സജ്ജമാകേണ്ടത്. മാർക്കറ്റ് അങ്ങനെയാണ് ആവേണ്ടത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംവിധാനം അങ്ങനെയാണ് ആവേണ്ടത്. ഭരണകൂടം അതിനെ അനുസരിച്ച് നിയമം നിർമ്മിക്കുകയാണ് വേണ്ടത്. സമൂഹവും കുടുംബവും അതിനനുസരിച്ച് രൂപപ്പെടുകയാണ് വേണ്ടത്. ആരും ഇതിനെ തടസ്സം നിൽക്കാൻ പാടില്ല എന്നതാണ്. അതൊന്നും തടസ്സം നിൽക്കാൻ പാടില്ല. ഇപ്പൊ ഡിസൈൻ ഉണ്ടാവുക, മനുഷ്യന് ഡിസൈൻ ഉണ്ട്. ഇതിന് നമ്മൾ ശരിക്കും അറബിയിൽ പറഞ്ഞാൽ അതിന്റെ മറ്റൊരു ഭാഷ എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഹവയെ പഠിച്ചവനാക്കുന്ന ആളുകളെ നീ കണ്ടില്ലേ? ഹവയെ പഠിച്ചവനാക്കുക. ഹവ ഡിസൈറാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് എനിക്ക് ചെയ്യാം. അതിനെ തടയാൻ ഭരണകൂടം തുനിയരുത്, സമൂഹം തുനിയരുത്, മാതാപിതാക്കൾ തുനിയരുത്. വേദഗ്രന്ഥങ്ങൾക്ക് പ്രസക്തിയില്ല, മതവിശ്വാസങ്ങൾക്കും പ്രസക്തിയില്ല. ഇത് വെസ്റ്റിന്റെ ചിന്താഗതിയാണ്. വെസ്റ്റ് എന്തിനാണ് ഈ ചിന്താഗതി നടത്തുന്നത് ചോദിച്ചാൽ, വെസ്റ്റ് വൈറ്റ് സുപ്രമസിയുള്ള രാജ്യമാണ്. വെള്ളവംശീയത ഉള്ള രാജ്യമാണ്. ഈ വെള്ളവംശീയത ഉണ്ടായതുകൊണ്ട് ഏറ്റവും കുറവ് ജനാധിപത്യം വെസ്റ്റിലാണുള്ളത്. നമ്മൾ വിചാരിക്കുന്ന വെസ്റ്റില് ഒരു ബ്ലാക്സിന്റെ അവകാശമാണ് പരിപാലിക്കുന്നില്ല. അതുകൊണ്ട്
ആ ജനാധിപത്യ വിരുദ്ധത മറച്ചു വെക്കാനാണ് വെസ്റ്റ് ഈ ഡിസൈനുകളുടെ ലോകം തുറന്നുവിട്ട് ഞങ്ങളാണ് ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് വെസ്റ്റിന് പറയേണ്ടി വന്നത്. ഞങ്ങൾ ബ്ലാക്സിന് അടിച്ചമർത്തുന്ന ഓരോ വർഷവും അനേകം ലക്ഷം ബ്ലാക്സിനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിയമം മുഖേന അവരെ കൂട്ടിവെക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഗെറ്റോകളിൽ വംശീയ ആക്രമണം അഴിച്ചുവിടുകയോ ചെയ്യാത്ത ഒരു പടിഞ്ഞാറൻ രാജ്യ ലോകത്തില്ല. അതുകൊണ്ടാണ് ആ ആക്രമണം മറച്ചു വെക്കാൻ, ആ വൈറ്റ് സുപ്രീമസി എന്ന് പറയുന്ന സംവിധാനം ഞങ്ങളുടെ ഏറ്റവും വലിയ രോഗമാണെന്ന് വെസ്റ്റ് അറിയാം. ആ ലോകം അറിയാതിരിക്കാൻ ഞങ്ങൾ ജനാധിപത്യത്തിന്റെ എല്ലാ വാതായനങ്ങളും തുറന്നു വെച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ആശയങ്ങൾ ഉണ്ടാക്കി, ഈ ചിന്താഗതികളുടെ. ഇപ്പൊ നെതർലാൻഡിൽ ഒരു മുസ്ലിമിന് പൗരത്വം കൊടുക്കില്ല. പൗരത്വം കൊടുക്കാൻ കണ്ടീഷൻ ഉണ്ട്. ഞാൻ നെതർലാൻഡിലെ പൗരത്വത്തിന് അപേക്ഷിച്ചാൽ നെതർലാൻഡ് ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഒരു ഹോമോസെക്സ് ഫിലിം പ്രദർശിപ്പിക്കും. അത് നമ്മൾ കാണണം, കണ്ടിട്ട് തന്നെ റിയാക്ഷൻ പ്രകടിപ്പിക്കണം. അപ്പൊ ആ റിയാക്ഷൻ നെഗറ്റീവ് ആണെങ്കിൽ നെതർലാൻഡിന്റെ പൗരത്വത്തിന് ആ മുസ്ലിം അർഹനല്ല എന്നാണ് പറയാം. പോസിറ്റീവ് ആണെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാം, പൗരത്വത്തിന് അപേക്ഷിക്കാം. അപ്പൊ ഈ ഹോമോ എന്ന് പറയുന്ന സെക്സ്വാലിറ്റി എന്ന് പറയുന്ന ഈ സംവിധാനമാണ് ഞങ്ങളുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പടി എന്ന് പടിഞ്ഞാറ് നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പൊ പടിഞ്ഞാറ് ആവശ്യമുണ്ട്. കാരണം പടിഞ്ഞാറ് ലോകത്തെ എല്ലാ സംഗതിയും പടിഞ്ഞാറ് ഇറക്കുമതി ചെയ്യാണ്. അവർ കയറ്റുമതി ചെയ്യും, നമ്മളത് ഇറക്കുമതി ചെയ്യും. ഇതിൽ നിന്നും അതൊരു വ്യത്യാസമില്ല. അവർ കയറ്റുമതി ചെയ്തു, നമ്മൾ ഇറക്കുമതി ചെയ്തു. നമ്മുടെ ആവശ്യങ്ങളും സാഹചര്യങ്ങളും ജീവിത ചുറ്റുപാടുകളും സാമൂഹ്യ സാംസ്കാരിക വ്യവസ്ഥകളൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ ചിന്താഗതി ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. ഈ ചിന്താഗതി വരുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ലേറ്റ് മാരേജ് ലേറ്റ് ക്യാരേജ് എന്നാണ്. വൈകി വിവാഹം കഴിക്കുക, വൈകി കുട്ടികൾ ഉണ്ടാവുക. ഇതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത് കുടുംബ ജീവിതത്തോട് വിമുഖത ഉണ്ടാവുക. കുടുംബ ജീവിതം എന്ന് പറയുന്നത് അതിന് കുടുംബജീവിതത്തിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാതിരുന്നാൽ കുടുംബത്തിനുള്ള തകരാറുണ്ടാവും. അതൊരു ഭാഗത്തുണ്ട്. ഞാൻ അതിന് നമ്മൾ ലിബറലിസത്തിന് കുറ്റം പറയാൻ പറ്റില്ല. അതേസമയം ലിബറലിസം പോലെയുള്ള ആശയങ്ങൾ കുടുംബത്തെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. കുടുംബം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചോക്കാം, കുടുംബം ആർക്കാണ് ആവശ്യം? ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ അച്ഛന്മാരില്ലാത്ത അമേരിക്കനെ പരിചയപ്പെടുത്തുന്നത്. ലിവിങ് ടുഗദർ അനുസരിച്ച് ആളുകൾ ഒരുമിച്ച് ജീവിച്ചു, കുട്ടികളുണ്ടായപ്പോൾ പുരുഷൻ രക്ഷപ്പെട്ടു. സിംഗിൾ പാരന്റിങ് ആരുടെ ഉത്തരവാദിത്തമായി? മാതാവിന്റെ ഉത്തരവാദിത്തമായി. അപ്പൊ അമേരിക്കയിൽ സിംഗിൾ പാരന്റിങ്ങും എല്ലാ കുടുംബത്തിലും മാതാവാണ് ചെലവഴിക്കുന്നത്, മാതാവാണ് കുട്ടികൾ. യഥാർത്ഥത്തിൽ ഈ ആശയം അനുസരിച്ച് 50-50 ആണല്ലോ വേണ്ടത്. പുരുഷന് ഇതിന് ബാധ്യതയുണ്ട്, സ്ത്രീക്കും ഇതിന് ബാധ്യതയുണ്ട്. പക്ഷെ പുരുഷൻ രക്ഷപ്പെടുകയാണ്, സ്ത്രീ വീണ്ടും ദുർബലയാവുകയാണ്. അപ്പൊ ദുർബലനെ കൂടുതൽ ദുർബലപ്പെടുത്തുക എന്നതാണ് ഈ ആശയങ്ങളുടെ അടിസ്ഥാനം. ഇതിന്റെ മുദ്രാവാക്യമൊക്കെ വലിയ മുദ്രാവാക്യമാണ്. വിമോചനം, സ്വാതന്ത്ര്യം, സമത്വം, അതുപോലെ തന്നെ അവകാശം, ഇതൊക്കെ നേടിക്കൊടുക്കാനുള്ള കാര്യമാണ് നമ്മൾ ഈ ചിന്താഗതിയെ കുറിച്ച് പറയുന്നത്. ഏതാണ് ദുർബലനാവുകയാണ് ചെയ്യുന്നത്. മീ ടു ക്യാമ്പയിനുകൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ കേരളത്തിലും ഇന്ത്യയിലൊക്കെ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ആളുകൾ പത്രസമ്മേളനം നടത്താൻ തുടങ്ങി, FB പോസ്റ്റ് ഇടാൻ തുടങ്ങി. ഒരു പുരുഷനും മീ ടു ക്യാമ്പയിൻ നടത്തിയത് നിങ്ങൾ കണ്ടിട്ടില്ല. എന്നെ പീഡിപ്പിച്ചെന്നൊരു പുരുഷൻ പറയില്ല. കാരണം എന്താണ്? ഈ ആശയങ്ങളും ചിന്താഗതികളും ദുർബലനെയാണ് വീണ്ടും എന്ത് ചെയ്യാൻ ദുർബലപ്പെടുത്തുന്നത്. ഇപ്പൊ ഈരാറ്റുപേട്ട അങ്ങാടിയിലൂടെ ഭ്രാന്തനായ ഒരാൾ പോകുന്ന സമയത്ത് അയാൾ നമുക്കൊരു ഭ്രാന്തൻ മാത്രമാണ്. പക്ഷെ ഒരാളുടെ ഉപ്പൻ, ഒരാളുടെ ഉമ്മൻ, ഒരാളുടെ അമ്മാവനാണ്, ഒരാളുടെ വല്യുപ്പൻ. ഈ പരിഗണന മനുഷ്യന് ഭൂമിയിൽ കിട്ടുന്ന ഒരൊറ്റ സംവിധാനമുള്ളൂ, അതാണ് കുടുംബം എന്ന് പറഞ്ഞാൽ. ദുർബലനായ മനുഷ്യന് ചേർത്ത് പിടിക്കാൻ കുടുംബമല്ലാത്തൊരു സംവിധാനം മനുഷ്യ നാഗരികത ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഇത് ദുർബലപ്പെട്ടാൽ ആര് ദുർബലപ്പെടും? ദുർബലം കൂടുതൽ ദുർബലപ്പെടും. അപ്പൊ വയനാട് നിന്ന് ഗൾഫിലേക്ക് പോകുന്ന ഒരു സഹോദരൻ അദ്ദേഹം റീഡ് ചെയ്തു. യാത്ര അയക്കാണ് ഭാര്യ, അദ്ദേഹത്തെ യാത്ര അയക്കുമ്പോൾ, കുട്ടികളെ യാത്ര അയക്കുമ്പോൾ മാതാപിതാക്കളുടെ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ഒരു മനുഷ്യനില്ല. ഈ എല്ലാവരും തവിടുപൊടിയായിട്ടുണ്ട്. പക്ഷേ ആ മനുഷ്യനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, കുടുംബത്തിന്റെ ഒരു പ്രാധാന്യം എന്താണ്? വാക്കുകൾ കിട്ടാതെ അയാൾ കരയും. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുടുംബത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് പ്രസംഗം കേട്ടാൽ മനസ്സിലാവും. പക്ഷെ അദ്ദേഹം അനുഭവിച്ച അപ്പൊ ഈ മാസ്ക് ധരിച്ചാൽ അതിന്റെ സുശീലത്തിനിടയിലൂടെ 3 കൊറോണ വൈറസ് പോകുന്നതാണ് സയൻസ്. അതുകൊണ്ട് N90 എന്ന് പറയുന്ന മാസ്ക് ധരിക്കണം, 3 ലെയർ ഉള്ള ധരിക്കണം എന്നാണ്. അല്ലാത്ത എല്ലാ മാസ്കിലും ഇതിലും ഇത് പോകണം. നമ്മൾ മാസ്ക് ധരിച്ചുള്ള സമാധാനത്തിലാണ്.
അത്രയും ചെറിയൊരു സാധനം, അത് നമ്മൾ സോപ്പിട്ട് കഴുകിയാൽ അത് ഇല്ലാതെയാവും. അത്ര നിസ്സാരമായ സാധനം. പക്ഷെ ഇതിനെ പഠിച്ചിട്ട് റൊണാൾഡോ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാതെ പോകുന്നത് 70 ദിവസമാണ്. 70 ദിവസമാണ്. ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, ഭരണാധികാരികൾ, ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും അമ്പരുന്നു. നമ്മളെ ഡോക്ടറോട് ചോദിച്ചു നോക്കാം, ഒരേ അസുഖം വന്നാൽ സ്ത്രീയെ സർജറി ചെയ്യുന്ന എങ്ങനെയാണ്, പുരുഷനെ സർജറി ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. നമുക്ക് വരുന്ന അടിസ്ഥാന രോഗങ്ങൾ, ഇപ്പൊ ക്യാൻസറിന്റെ യുഗമാണല്ലോ. സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് അടിസ്ഥാനം, അത് പുരുഷനുണ്ടാവില്ല. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് പുരുഷന്റെ അടിസ്ഥാന ക്യാൻസർ, അത് ആർക്കും കുറവാണ്, സ്ത്രീ. അപ്പൊ എല്ലാ കാര്യത്തിലും ഈ ബോഡി തമ്മിൽ, അനാട്ടമി തമ്മിൽ വ്യത്യാസമുണ്ട്. ഡോക്ടർമാരെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അത് ഒരു സമത്വം എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ സുഖമുള്ള ഒരു പ്രധാനം നടപ്പിലാക്കാൻ കഴിയാത്ത ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മൂല്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മൂല്യ വ്യവസ്ഥയാണ്. ഈ മൂല്യ നിസ്കരിക്കുന്നുണ്ട്. എന്തിനാ പോലെ നിസ്കരിക്കണം? മാപ്പാക്കും വേണ്ടി. എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, ഇല്ല എന്ന് വികാരം കുട്ടികളിലേക്ക് വരിക. അപ്പൊ ഇത് എങ്ങനെ വരുന്നത് ചോദിച്ചാൽ ഇത് പ്രാകൃതമാണ്, പിന്തിരിപ്പനാണ്, ഇത് യഥാർത്ഥത്തിൽ സ്ത്രീവിരുദ്ധമാണ് എന്ന് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം അല്ല എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയാം. ഇല്ലാന്നല്ല കേട്ടോ, കേരളത്തിലെ ക്യാമ്പസിലും കേരളത്തിന് പുറത്തൊക്കെ അതിന് ആത്മാഭിമാനത്തോട് പറയാൻ പറ്റുന്ന പെൺകുട്ടികളുണ്ട്, ഇല്ലാതെ ഞാൻ പറയും. പക്ഷേ ഈ ബോധം നമ്മൾ പകർന്നു കൊടുക്കണം. ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ദീന് തന്നെ രക്ഷിതാക്കളിപ്പോൾ ഉസ്താദന്മാർ പറയുന്നത് മക്കൾക്ക് അന്നം കൊടുക്കുന്നത് പോലെ നിർബന്ധമാണല്ലോ ഇസ്ലാമിന്റെ ദീന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആണ്. രക്ഷിതാവിനോട് പറയും അദ്ദിബുഹുൽ ഖുർആൻ എന്നാണല്ലോ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മകൻ ബാപ്പാനെ ഉപദ്രവിച്ചപ്പോ ബാപ്പ കംപ്ലൈന്റ് ആയിട്ട് ആരടുത്ത് വന്നു? ഉമർ അടുത്ത് വന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, ഉമർ ദേഷ്യം കൊണ്ട് പറഞ്ഞു, കാരണം ഞാനിവിടെ ഭരണാധികാരിയായിരിക്കെ ഒരു മകൻ ബാപ്പാനെ ഉപദ്രവിക്കുന്നത് ഒരിക്കലും സഹിക്കൂല. അപ്പൊ അടുക്കാൻ വേണ്ടി ചാട്ടവാറ് കൊണ്ട് നിൽക്കുമ്പോ മകൻ ചോദിക്കാണ്, അമീർ മുഅ്മിനീൻ ബാപ്പാക്ക് മക്കളോട് എന്തെങ്കിലും ബാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ പറയാം, എന്താണ് ബാധ്യത? അപ്പൊ ഒന്നാമത് പറയാണ്, നല്ല ഇണയ ഉമ്മയെ തെരഞ്ഞെടുക്കണം. അപ്പൊ ആ കുട്ടി പറയാണ്, എന്റെ ഉമ്മ ഒരു മജൂസിയാണ്, അവിടെ പഠിച്ചു, ഇതൊന്നാക്കാൻ പറ്റില്ല, അതൊരു കഴിഞ്ഞു പോയല്ലോ. രണ്ടാമത് എന്താണ്? നല്ല പേരിടണം, എന്റെ പേര് അമീർ മുഅ്മിനീൻ ജ്വൽ എന്നാണ്, മണ്ടിലാണ് അതിന്റെ അർത്ഥം. മൂന്നാമത് എന്താണ് ചോദിച്ചപ്പോ അദ്ദിബുഹുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കണം. എന്റെ വാപ്പാക്ക് ആടുകളും ഒട്ടകങ്ങളും ഉണ്ട്, അതിനെങ്ങനെ മേക്കാം, നിറഞ്ഞെടുക്കാം, അതിനെങ്ങനെ വിറ്റ് ലാഭം ഉണ്ടാക്കാം എന്നല്ലാതെ ഒരു ഖുർആന്റെ അർഫ് കൂടെ എന്തൊക്കെ പഠിപ്പിച്ചെന്നില്ല. അപ്പൊ ഈ ചാട്ടവാർ ആരുടെ നേരെയാണ് ഒഴുകുന്നത്? വാപ്പാന്റെ നേരെയാണ് ഒഴുകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഇതില് PhD ആണെങ്കിൽ ദീനിലും നമ്മൾ PhD ആവണം. നിങ്ങൾ ഡോക്ടറേറ്റ് നടന്നല്ലേ? ബാലൻസ് വേണം. ബാലൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത്, PhD നേടിയ വിദ്യാർത്ഥിക്ക് ആഴത്തിൽ മതവിജ്ഞാനം പഠിക്കാനുള്ള സംവിധാനം മഹല്ലിലുണ്ടാവണം. ഡിഗ്രി നേടിയ കുട്ടിക്ക് ആ തരത്തിൽ പഠിക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാകണം. അപ്പൊ ഞാൻ ഇത് നമ്മൾ ഈ ഉമ്മത്തിന്റെ ബാധ്യതയാണ്. ഇതിന് സംഘടനകളൊന്നുമില്ല. ജമാഅത്ത് ഇസ്ലാമിയെയോ അല്ലെങ്കിൽ സുന്നിയെയോ സമസ്തയോ ദക്ഷിണ കേരളയോ തബ്ലീഗ് ജമാഅത്തിനെയോ അല്ലെങ്കിൽ മുജാഹിദിനെയോ ഒന്നും ബാധിക്കുന്ന അവസ്ഥ എല്ലാവരെയും ഏറ്റക്കുറച്ചിലുണ്ടാവാം. ഏറ്റക്കുറച്ച് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മതസ്ഥാപനം, അവിടെ നിന്ന് ബിരുദം നേടി, ബിരുദാനന്തര ബിരുദം നേടിയവരാണ്. ഇന്ന് ജുമാഅത്ത് പോകുന്നില്ല. അറിയാം, ഒരു ആത്മീയ സംഘടനയുടെ മണ്ഡലം ഭാരവാഹിയാണ് അദ്ദേഹം. പേരൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. ബിരുദം പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ, ഇത് ഒരനുഭവമല്ല. അപ്പൊ ഇങ്ങനെ ധാരാളമുള്ള അനുഭവം. എന്നിട്ട് അവര് വിലയിരുത്തുകയാണ്, ഞങ്ങളുടെ കുട്ടികൾ ക്യാമ്പസിലെത്തിയാൽ അധികം സഹകരിക്കുന്ന സംഘടന ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയാണ്. അതുകൊണ്ടാണ് ഈ അപജയം സംഭവിച്ചത്. ആ സംഘടന ഇരുന്ന് വിലയിരുത്തി മനസ്സിലാക്കണം. ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഒരുമിച്ച് ഇരിക്കാൻ കഴിഞ്ഞതിനുള്ള അദ്ദേഹത്തിന്റെ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ്, പല സ്ഥലത്തും ഇല്ലാത്ത പ്രത്യേകതയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ഈ നാട്ടിലെ മുസ്ലിം ഉമ്മത്തിന്റെ ബഹുഭൂരിപക്ഷം, അത്യപൂർവമായ ഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന മഹല്ല് സംവിധാനത്തിന്റെ നേതൃരംഗത്തിന്റെ ആളുകളെല്ലാം ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ആര് വിളിച്ചു എന്നുള്ളത് പ്രസക്തമല്ല.
ഏതാശയം മുൻപോട്ട് പോകുന്ന പ്രസ്ഥാനം വിളിച്ചു എന്നുള്ളതും പ്രസക്തമാണ്. ഏത് വിഷയത്തെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ് വിഷയം എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സംവിധാനങ്ങൾ ഒരുമിച്ചുകൂടി ഉണ്ടാക്കുന്ന ബാന്ധവത്തിൽ പങ്കാളികളാകുക എന്നുള്ളത് മഹല്ലുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വലിയ അനുഗ്രഹം, മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു എങ്കിൽ ആ മൃഗതുല്യമായ ജീവിതം നയിക്കുന്ന സമൂഹങ്ങൾക്കിടയിൽ നിന്നും മനുഷ്യരായി ജീവിക്കാൻ പര്യാപ്തമായി ഉള്ള തത്വ സംഹിതകളോ ആശയങ്ങളോ ഉൾക്കൊള്ളുന്ന ഏക സംവിധാനം പരിശുദ്ധമായ ഇസ്ലാമാണ്. ഇവിടെ ഹോമോസെക്ഷുവാലിറ്റിയുടെ പ്രാധാന്യത്തെപ്പറ്റി, ഇന്ന് വിദേശ രാജ്യങ്ങൾ അതിനുവേണ്ടി കൊടുക്കുന്ന പ്രോത്സാഹനത്തെ പറ്റി, നെതർലാൻഡിലെ പൗരത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. മൃഗങ്ങൾ പോലും അത് ഹോമോസെക്ഷുവാലിറ്റി സ്വീകരിക്കുന്നില്ല. മൃഗങ്ങൾ അത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആ സംവിധാനവുമായിട്ടാണ് മൃഗങ്ങൾ പോലും പരസ്പരം ബന്ധപ്പെടുന്നതെങ്കിൽ മനുഷ്യൻ മൃഗത്തെ ഭയവും അവൽ എന്ന് ഖുർആൻ ശരീഫ് പറഞ്ഞത് എത്രയോ സത്യമാണ് എന്ന് ആ ഒരൊറ്റ പരാമർശത്തിൽ നിന്ന് തന്നെ ബോധ്യമാണ്. ഇവിടെ മാനസിക രോഗത്തിന്റെ ചികിത്സയിൽ നിന്നും മോചനം ലഭ്യമാകുന്നതിന് വേണ്ടി, ശൈത്താന്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇന്ന് വിദേശ രാജ്യങ്ങളെ പട്ടാളം കൊണ്ട് നേരിടുന്നതിനേക്കാൾ, ഡിഫൻസിനേക്കാൾ വലിയ സംഖ്യ ഉപയോഗിക്കപ്പെടുന്ന കാര്യം പരാമർശിക്കുകയുണ്ടായി. എന്നാൽ നമുക്ക് നാം അറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ള, നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനകളോട് പോലും ഐക്യം കൽപ്പിച്ചുകൊണ്ട് മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവിധ നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയുന്ന സംഘടന പ്രാസ്ഥാനിക പ്രവർത്തനങ്ങളും ഉമ്മത്തുകളുടെ നല്ല പോക്കിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ എളിയ ചിന്തകളിലും അനുഭവങ്ങളിലും മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്രാസ്ഥാനികമായ സംഘടനാപരമായ ആ ഒരു അരികുവൽക്കരിക്കപ്പെടുന്നതിനപ്പുറം സമൂഹത്തിന്റെ സമുദ്ധാരണമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നാം മുന്നിൽ കണ്ട ഒരു പരിധി വരെ അല്ല, 90% വിട്ടുവീഴ്ചയോടുകൂടിയും സമാധാനത്തോടുകൂടിയും ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയും. ആ ഒരു മനസ്സ് നമുക്കുണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടിലെ അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന അഭിമുഖീകരിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ സംവിധാനങ്ങൾ കുറച്ചുകൂടി വളരേണ്ടതുണ്ട്, കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. എക്കാലത്തും സമൂഹത്തിന്റെ സംധാരണം അല്ലെങ്കിൽ ഉന്നതികളുടെ ഒരു തജ്ദീദ് ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു വിഭാഗം ആളുകളുടെ ഒരു തിരുത്തൽ അല്ലെങ്കിൽ അതിനെ തടയിടുക എന്ന് പറയുന്ന സംവിധാനം സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. അതൊക്കെ എക്കാലത്തും ലോകാന്ത്യം തുടക്കം മുതൽ അത് ലോകാന്ത്യം വരെ തുടർന്നു പോകുന്ന ഒരു എന്താ പറയുക, ഒരു പൈശാചിക പ്രവണതയുടെ ഭാഗമായി മാത്രം നമ്മൾ കണ്ടാൽ മതിയാകും. ഏതായാലും ഇസ്ലാമികമായ വൽക്കരണത്തിനും സമൂഹത്തിലെ നാട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമികമായ ഒരു കൾച്ചർ ഉണ്ടാക്കി തീർക്കുന്നതിന് എല്ലാ മഹല്ലുകളും എല്ലാ ഭരണ ഉമറാക്കളും ഉലമാക്കളും ഒന്നിച്ചു നിന്ന് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ സംഘടന പ്രാസ്ഥാനിക വൈജാത്യങ്ങൾക്കപ്പുറം ഉമ്മത്ത് എന്നുള്ള ഒരു ബോധതലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ തീർച്ച അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അതിന് സമൂഹത്തിന്റെ വിഷയമായി വരുമ്പോൾ, ഉമ്മത്തിന്റെ വിഷയമായി വരുമ്പോൾ നമ്മുടെ ഒരൊറ്റ കുടുംബം പോലും സുരക്ഷിതമല്ല എന്നുള്ള തിരിച്ചറിവിന്റെ ബോധത്തിൽ നിന്ന് വേണം നമ്മൾ ഇത്തരം വിഷയങ്ങൾ, ഈ കാഴ്ചപ്പാടുകൾ നമുക്ക് ഉണ്ടാകാൻ. അതിനനുസരിച്ച് ഇസ്ലാമികമായ സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും വളരാൻ കഴിഞ്ഞില്ല എന്നതാണ് നമ്മുടെ പരാജയം. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് എത്തിപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ദ്രുതഗതിയിൽ വളരുക, സംഘടനകളും സ്ഥാപനങ്ങളും കുറച്ചുകൂടി ദ്രുതഗതിയിൽ കാൽവയ്പ്പുകൾ നടത്തുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ലിബറലിസ്റ്റ് ചിന്താഗതിക്കാരൻ ഒരു ഇസ്രായേലി വംശജനായ നേഹ ഹരാദ എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കുടുംബം തകരുക തന്നെ ചെയ്യും. ഇത് തീർച്ചപ്പെടുത്തി പറയുന്നുണ്ട്, തകരുക തന്നെ ചെയ്യും. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ എല്ലാ വിഷയത്തിനും പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പരിഹാരം എന്ന് പറയുന്നത് ദഅവത്ത് തന്നെയാണ്. നമ്മൾ ദഅവത്ത് നടത്തുമ്പോൾ ആന്റി ദഅവത്തുകൾ നടന്നുകൊണ്ടിരിക്കും, പ്രത്യേക ഇന്നത്തെ ചുറ്റുപാടിൽ അത് സ്വാഭാവികമാണ്. പക്ഷെ അവിടെ നമ്മൾ ഹിക്മത്തിലൂടെ ഉള്ള മൗലികത്തിലൂടെയുള്ള ദഅവത്തിലൂടെ മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്ക് വിഷയത്തിലുള്ളത്.
അതുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ വലിയൊരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ്. നമ്മളോട് അള്ളാഹുത്താല ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ മദ്രസകൾ, നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികളൊക്കെ മദ്രസ പഠിക്കുന്നുണ്ട്. പക്ഷെ അവര് 5ഓ 6ഓ ക്ലാസ് മദ്രസ പഠനം നിർത്തി പോവുകയാണ്. വർത്തമാനകാല സാഹചര്യത്തിൽ അഭിമുഖീകരിക്കേണ്ടുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും 6ാം ക്ലാസ് വരെ പഠിച്ചാൽ കിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച വിശ്വാസങ്ങളുടെ ബഹുഭാരിത്വത്തെ കുറിച്ച് അതിനൊന്നും ഒരു കുട്ടിക്ക് മറുപടി വരാൻ 6ാം ക്ലാസ് വരെ ഉപകരിക്കില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട ഒരു പരിഹാരം അടക്ക മദ്രസകൾ ആരംഭിച്ചുകൊണ്ട് പഠനം നിർത്തിയ മുഴുവൻ കുട്ടികളെയും മദ്രസകളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് വിവിധ വിദ്യാഭ്യാസ ബോർഡുകൾ നടത്തുന്ന സിലബസുകളുണ്ട്. ആ സിലബസുകൾ ഒന്നുകിൽ പരിഷ്കരിക്കുക, കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഓരോ മഹലിലും ഇന്റേണലായിട്ട് കൃത്യമായ സിലബസുകൾ നിശ്ചയിച്ചുകൊണ്ട് അടക്ക മദ്രസകളിലൂടെ നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇന്ന് കാലത്തിനനുസരിച്ച് അവർ മറുപടി പറയേണ്ടി വരുന്ന, അവർ മനസ്സിലാക്കേണ്ടി വരുന്ന, അവരുടെ ക്യാമ്പസുകൾ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ അവരെ നമ്മൾ അർഹരാക്കി തീർക്കുക, യോഗ്യരാക്കി തീർക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രായം ചെന്ന ആളുകൾക്ക്, അവരും ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നവരാണ്, മറ്റു മതവിഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവരോടും ഉണ്ടാകും. അവരെയും മഹല്ലുകളിൽ ഇതേപോലെ വനിതാ ക്ലാസുകളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വർത്തമാന ഖബറിനെ കുറിച്ചോ മത്സരത്തെ കുറിച്ചോ അദ്ദേഹം പറയേണ്ടത്, അതൊക്കെ സമൂഹത്തിന് ബോധ്യമുണ്ട്. ഇന്ന് അവർ നേരിടേണ്ടി വരുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവർ ബോധ്യപ്പെടുത്തുകയും കുടുംബത്തിന്റെ ആവശ്യകതയെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക. തീർച്ചയായിട്ടും കുടുംബം തകർന്നാൽ അതിന്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളാണ്, കുട്ടികളാണ്. ഏറ്റവും വലിയ ഷെയർ അവർക്കായിരിക്കും കിട്ടുക. അത് അവരെ ബോധ്യപ്പെടുത്തുക. ഇക്വാലിറ്റി, ഫ്രീഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ സ്ത്രീകളെ പറ്റിക്കുകയാണ്. അത് തകർന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഇപ്പം നമ്മളാണ് അതിന്റെ ഭാരം വഹിക്കുന്നത്. ഇതിന്റെ ഭാരം 50% സ്ത്രീകളുടെ ചുമതലകളിലേക്ക് കൂടി വരുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ഇവർ വരുത്തി പിടിക്കുന്ന ഇക്വാലിറ്റിയും ഫ്രീഡം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ എനിക്ക് തോന്നുന്നൊരു പരിഹാരം അതാണ്. ഒരുപാട് പരിഹാരങ്ങൾ വേറെയും ഉണ്ടാകും. അതിലൂടെ നമ്മൾ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയണമെന്നുള്ളതാണ് സന്ദർഭമായി സൂചിപ്പിക്കുന്നത്. കാലഘട്ടത്തിലൂടെ സ്ത്രീകൾക്ക് ആത്മീയ വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഏറ്റവും കൂടുതലായി വന്നാൽ 6ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് അവർ ആ വിദ്യാഭ്യാസം തീർത്ത് പുറത്ത് പോകുന്ന സാഹചര്യമാണ് കണ്ടുപിടിച്ചത്. ആയതിനാൽ അവരെ ഈ കണ്ടുപിടിച്ച് അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ എല്ലാവരും അതിന് പ്രവർത്തിക്കണമെന്ന് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഈ വിവാഹമോചനം ഏറ്റവും കൂടുതൽ നടക്കുന്ന കാലഘട്ടത്തിൽ കൂടെ നമ്മൾ അധികരിച്ചു. അപ്പൊ അതിന്റെ ജന്മദിനം എന്ന് പറഞ്ഞ പോലെ മിക്കവാറും ഞാൻ പ്രസിഡന്റ് നിലയ്ക്ക് എന്നോട് ഞങ്ങളുടെ വരുന്ന കമ്മിറ്റിയിൽ വരുന്ന കണ്ടവാനം ഡൈവേഴ്സുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ വേണ്ട എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് വിവാഹം വേണ്ട, ഞങ്ങളിതൊന്നും സഹായത്തിലേക്ക് ആക്കി തരണം. അപ്പൊ ഞങ്ങൾ കാരണം പറയാറുണ്ട്, ഇനി ഞങ്ങളുടെ പണിയിലല്ല, ഞങ്ങളുടെ മസലത്തിൽ വന്ന് ചർച്ച ചെയ്ത് കൗൺസിലിംഗ് ആയിട്ട് അവിടെ പ്രീ മൈനോറിറ്റി കൗൺസിൽ കോഴ്സ് നമ്മൾ പുത്തമ്പള്ളി അടുത്ത ജനുവരി 28 ജനുവരിയിൽ അത് ഉദ്ഘാടനം ചെയ്യണം. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും അത് ഒരു പരിധി നമ്മുടെ ഈ വിവാഹമോചനത്തിന് നമുക്ക് ഉപകരിക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ആ പദ്ധതിയിലേക്ക് ഉദ്ഘാടനം ചെയ്യും. പക്ഷേ ഇന്നിവിടെ സംഘടിപ്പിച്ച ജമാഅത്ത് സംഘടിപ്പിച്ച തമിഴ്നാട് കുടുംബത്തിന് എല്ലാ ആശംസകളും നേരുന്നു. കാരണം മധ്യസ്ഥരായ പെൺകുട്ടികളെ വശീകരിച്ച് വിവാഹം കഴിച്ച് അന്യരാജ്യത്തിലേക്ക് കടത്തുന്നു എന്നാണ് നമ്മളെ കുറിച്ച് എപ്പോഴും ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഇവിടെ മിശ്രവിവാഹങ്ങൾ വളരെ കുറവാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഞാൻ പ്രതിനിധീകരിക്കുന്ന മഹലില് എനിക്ക് തോന്നുന്ന ഒരു 3 പെൺകുട്ടികൾ നമ്മുടെ മതത്തിൽ നിന്നും അന്യമതത്തിലേക്ക് പോകുന്നു. കാരണം എങ്ങനെ നിയോഗിച്ച ഒരു അധ്യാപകൻ അവിടെ ക്ലാസ് എടുക്കാൻ വന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ്സിനിടയ്ക്ക് അദ്ദേഹം കുട്ടികളായി പങ്കെടുത്ത് അദ്ദേഹത്തിന് 2 പെൺകുട്ടികളുണ്ട്. ഈ 2 പെൺകുട്ടികൾ വിവാഹം കഴിക്കാതെ ആണുങ്ങളെ വാങ്ങി എടുത്ത് ജീവിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ മക്കൾ. അത് കുഴപ്പമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം.
ആ അഭിപ്രായം ആ കുട്ടികളുമായി പങ്കുവെച്ച് ഈ വിളിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ പിതാവ് എന്നിവരുടെ ബന്ധപ്പെടുകയുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വിവാഹത്തിന് മുമ്പതിനുള്ള ക്ലാസ്സുകൾ ഇപ്പൊ എടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പെൺകുട്ടികളൊന്നും പെട്ടെന്ന് വരത്തില്ല. വളരെയധികം കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ഈ കുട്ടികളെ നമുക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. ശ്ലാഘനീയമായ ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള സഹകരണങ്ങളും മതസഹകരണങ്ങളും അത്യാവശ്യമുള്ള ഒന്നാണെങ്കിൽ കൂടി പൊതുപ്രശ്നം വരുമ്പോൾ യോജിക്കുന്ന ഒരു സഹകരണം നമ്മൾ നടത്തും. അതിന് എല്ലാവരും പിന്തുണ. നമുക്കറിയാം, ഇവിടെ വളരെ ഇപ്പം നേരത്തെ വിവാഹ സംബന്ധമായ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതേപോലെ ഇവിടെ നമ്മുടെ മതവിലാസം ഇവിടെ ശക്തമായ രീതിയിൽ നടന്നു വരുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഇല്ലാത്തിട്ട് അതിനൊക്കെ എതിരായിട്ട് നമ്മുടെ മഹിളാ നേതൃത്വവും സംഘടനാതൃത്വവും കൂടിയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. സംഘടനാ താല്പര്യങ്ങൾക്കപ്പുറം അവരവരുടെ ആദർശങ്ങൾ, ആശയങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുവായി ഉമ്മത്തിന്റെ വിഷയത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഏത് വേദിയും ഏറ്റവും സ്വാഗതാർഹമാണ് എന്നാണ് ഇവിടെ സംസാരിച്ച എല്ലാവരും തന്നെ സൂചിപ്പിച്ചത്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് മുഖ്യമന്ത്രി സംഘടനകളുടെ ഒരു യോഗത്തിൽ വെച്ച് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘടനകൾ, മുസ്ലിം സംഘടനകൾ തമ്മിൽ നിലനിൽക്കുന്ന ഒരു കാലത്ത് അദ്ദേഹം സംസാരിച്ച ചില വാചകങ്ങൾ ഇവിടെ ഓർത്തുകൊണ്ടിരുന്നു. നമസ്കാരത്തിൽ എവിടെ കൈകെട്ടണം, വുളു ചെയ്യുമ്പോൾ തല എവിടെ വരെ തടവാം എന്നുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ കെട്ടാൻ കൈയോ തടവാൻ തലയോ നിലനിൽക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കാലം വരുന്നുണ്ട്. ആ കാലത്ത് സമുദായ സംഘടനകൾ പരസ്പരം ശാഖാപരമായ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നാൽ സമുദായം അപകടത്തിലാവുമെന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഏറ്റവും നവോത്ഥാനമായി കാണുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്ത ഒരു ഭരണാധികാരി അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്നും പ്രസക്തമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സാമൂഹിക ഇടപെടലുകളിൽ ഏറ്റവും നന്നായി കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയം പരമാവധി പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള യോഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാം, കുടുംബം നിലനിർത്തുക എന്നുള്ളത് പലതരത്തിലും നമുക്കെല്ലാവർക്കും വ്യക്തിപരമായും സമൂഹപരമായും ഗുണപരമായ കാര്യം തന്നെയാണ്. ഇസ്ലാം അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ ഈ മൂല്യച്ചുതിനും ധാർമ്മിക ഇടിവിനും ഒക്കെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളിൽ ഒന്ന് സമുദായത്തിനുള്ളിൽ നിന്നും ഒന്ന് സമുദായത്തിന് പുറത്തു നിന്നുമാണ്. സമുദായത്തിനുള്ളിൽ നിന്ന് നമുക്കറിയാം, നമ്മുടെ തന്നെ കുട്ടികൾ, നമ്മുടെ തന്നെ യുവാക്കൾ, യുവജന സംഘടനയുടെ ഭാരവാഹികൾ എന്നുള്ളതിൽ നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രായക്കാരായ യുവാക്കളായ കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ എല്ലായിടത്തും നിന്ന് ലഭിക്കുന്നു. വിദ്യാഭ്യാസവുമായി കേരളത്തിലെ മുസ്ലിം സമുദായം സ്വപ്ന സമാനമായ ഒരു വലിയ നിലയിലാണ്. ഏറ്റവും കൂടുതൽ ഡോക്ടർമാരെ സൃഷ്ടിക്കുന്ന, ടെക്നിക്കൽ വിങ്ങിനെ സൃഷ്ടിക്കുന്ന, ഭൗതികമായി വളരെ വളർച്ചയുള്ള നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരുപാട് A+കൾ നേടുന്ന, നന്നായി പഠിക്കുന്ന യുവാക്കൾ, കുട്ടികൾ പഴയ കാലത്ത് നിന്നും ധാരാളമായി കൂടി വരുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയിൽ മുസ്ലിം സമുദായത്തെ പക്ഷേ തോൽപ്പിക്കുവാൻ മറ്റ് സഹോദര സമുദായങ്ങൾക്ക് പോലും കഴിയാത്തിടത്താണ് പലപ്പോഴും അസഹിഷ്ണുതകൾ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള യുവാക്കൾക്കും കുട്ടികൾക്കും എത്രത്തോളം ധാർമ്മികത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വലിയ വിദ്യാഭ്യാസ യോഗ്യതകളുണ്ട്. പക്ഷെ അവർക്ക് എത്രത്തോളം ജീവിത മൂല്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ ഒരു ചിന്ത ഉയർന്നു വരേണ്ടതുണ്ട്. പ്രത്യേകമായ ഇതുപോലുള്ള ധാർമ്മിക കുടുംബ വിദ്യാഭ്യാസ ക്ലാസുകൾ എടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, മഹല്ല് സംവിധാനങ്ങൾ നടത്തണം. ജുമാ ഖുതുബ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രബോധനങ്ങളിൽ കൂടുതലായി ഇങ്ങനെയുള്ള ബോധവൽക്കരണങ്ങൾ ഇമാമിങ്ങൾ നടത്തുക. ഇങ്ങനെയുള്ള അതുപോലെ സംഘടനാപരമായി ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് ഉൾപ്പെടെയുള്ള വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവർത്തിക്കുന്ന സംഘടനകൾ വളരെ സജീവമായി അവരുടെ എല്ലാ
കൂട്ടായ്മകളിൽ ഈ ക്യാമ്പയിന്റെ ബോധവൽക്കരണവും സന്ദേശവും നൽകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഇതിൽ നിന്നുള്ള മാറ്റം ഉണ്ടാവാൻ ഒരു പരിധിവരെ കഴിയും. പിന്നീട് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളിലുമൊക്കെ ഇടപെടുന്ന ചില പുരോഗമന സംഘടനകൾ, വിപ്ലവ പ്രസ്ഥാനങ്ങൾ എല്ലായിടത്തും മതനിരാസത്തെക്കുറിച്ചും പ്രത്യേകിച്ച് നമ്മുടെ പുതിയ പാഠ്യപരിഷ്കരണ പദ്ധതിയിൽ തന്നെ ഈ മതനിരാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചുമൊക്കെ പരമാവധി ഗവൺമെന്റുകൾ പോലും ചർച്ച ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇസ്സത്ത് നിലനിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സാമുദായികമായി നമ്മൾ അതിനെ കൗണ്ടർ ചെയ്ത് സംഘടിപ്പിച്ചാൽ മാത്രമേ നിലനിന്നു പോകാൻ കഴിയൂ എന്നുള്ള കാര്യം കൂടി ഇവിടെ അറിയിച്ചുകൊണ്ട് വലിയൊരു വിഷയം ആശയപരമായി നമുക്ക് അഭിപ്രായ ഉണ്ടാവും. പക്ഷേ ഇവിടെയും സംഘടനകൾ രൂപപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ നന്നാകാൻ തയ്യാറല്ല എന്നതിന്റെ ഒരു വലിയ സൂചനയായിട്ട് ഞാൻ കാണുന്നു. ഇപ്പോ നമ്മുടെ ഇടയിൽ വല്ലാത്തൊരു പ്രശ്നം ആർഭാട വിവാഹങ്ങൾ, വളരെ ഗൗരവമായി ആർഭാട വിവാഹങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇന്നലെ ഞാനൊരു കാര്യം സൂചിപ്പിക്കും. ഞങ്ങള് പള്ളിയുടെ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളായിട്ട് കാരണം 1.5 വർഷം ഞാൻ റെക്കോർഡ് എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മഹർ കൊടുക്കുന്നത് 5, 6, 4, 3 അങ്ങനെ മഹർ കൊടുക്കുന്ന ഒരു സംവിധാനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു നിക്കാഹ്, അതിൽ മഹർ കൊടുത്തത് 2.5 ഗ്രാം സ്വർണ്ണമാണ് മഹർ കൊടുത്തത്. പുത്തമ്പള്ളിയിലെ 1.5 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചപ്പോൾ ആദ്യത്തെ സംഭവം പണമുള്ള ആളുകൾ കോടികൾ ഒഴുക്കി അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഒഴുക്കി കല്യാണം നടത്തുമ്പോൾ അത് സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെയും കൂടി പരിഗണിക്കാതെ പോകുന്നു എന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നത്, പുത്തമ്പള്ളി മുസ്ലിം ജമാഅത്ത് വളരെ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി വരാൻ പോകുന്ന കുറെ പ്രോജക്റ്റുകൾ തയ്യാറാക്കി മുൻപോട്ട് പോകുക. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നതുപോലെ 15 വയസ്സ് പ്രായമായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വെവ്വേറെ പ്രത്യേകമായി ശാഖാടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രീ മാരേജ് കോഴ്സിന്റെ ഭാഗമായി തന്നെ വിവിധങ്ങളായ പദ്ധതികൾ ശാഖാപരമായി അവിടെയൊക്കെ ഇങ്ങനെയുള്ള ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രംഗത്ത് കൂടുതൽ ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികളുമായി നമ്മൾ മുമ്പോട്ട് പോകുന്നു. ഇതുപോലുള്ള ക്യാമ്പയിനുകൾ 1 മാസവും 15 ദിവസവും ഒക്കെ ദൈർഘ്യമുള്ള ക്യാമ്പയിനുകൾ നടത്തുക, അത് സ്വാഭാവികമായി നടന്നു വരുന്ന കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം. ഇത് ഓർമ്മ ശരിയാണെങ്കിൽ 2013 സെപ്റ്റംബർ 7 മുതൽ ഒക്ടോബർ 7 വരെ ഇതേപോലെ ഒരു കുടുംബ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. അന്നും പൊതുജനങ്ങളിൽ നിന്ന് വളരെയധികം സഹകരണം ആ ക്യാമ്പയിനിൽ ഉണ്ടാവുകയും അൽഹംദുലില്ലാഹ് ആ ക്യാമ്പയിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ക്യാമ്പയിന് ശേഷം ഈ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് ഇതിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ തലക്കെട്ടിൽ ഇതിപ്പോ 1 മാസം ഡിസംബർ 1 മുതൽ ഡിസംബർ 31 വരെയാണ് ഈ ക്യാമ്പയിന്റെ കാലഘട്ടം.